നമസ്കാരം. മലയാളം ഹൊറർ സീരീസിൻ്റെ പുതിയ അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും എന്തെങ്കിലും അമാനുഷികമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുമായി പങ്കുവെക്കുക. നിങ്ങളുടെ അനുഭവം പ്രസിദ്ധീകരിക്കുന്ന അനുയോജ്യമാണെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായ മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പിന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് അത് ആവശ്യമായ മാറ്റങ്ങൾ നൽകി ഒരു പൂർണ്ണമായ രൂപത്തിലേക്ക് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അനുഭവങ്ങൾ പങ്കുവെക്കുവാനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ സൗകര്യത്തിനായി ഈ മെയിൽ ഐ ഡി കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെക്കുന്നതായിരിക്കും. നമുക്ക് അനുഭവത്തിലേക്ക് പോകാം. ജോലി തിരക്കുകളിൽ നിന്നും മനമടുപ്പിക്കുന്ന IT ജീവിതത്തിൽ നിന്നും എല്ലാം ഒരു മോചനം നേടുവാൻ വേണ്ടിയായിരുന്നു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയ ഉടനെ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ട്രിപ്പിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സായിട്ടുള്ള 3 പേരും അതിന് തയ്യാറായി. അലക്സ്, നിതിൻ, വിവേക്, പിന്നെ ഞാൻ, ജിതിൻ. ഞങ്ങൾ 4 പേര് കൂടിയാണ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത്. ഞങ്ങളുടെ ഏറെക്കുറെ എല്ലാ ട്രിപ്പുകൾക്കും മുൻപിൽ നിൽക്കുന്നത് വിവേകായിരുന്നു. അവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ SUV വണ്ടിയുള്ളത്. ട്രിപ്പ് ആകുമ്പോൾ ചെറിയ കാറിൽ പോകുന്നത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. SUV ആകുമ്പോൾ ഒരിടത്തുള്ള യാത്രാക്ഷീണവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ ഓഫ് റോഡുകളൊക്കെ വന്നാലും വണ്ടി ചുമ്മാ അങ്ങ് കയറിക്കോളും. നമുക്കതിന് വേണ്ടിയിട്ട് വേറൊരു വണ്ടി വിളിക്കേണ്ട ആവശ്യം വരാറില്ല. സ്ഥിരം പോകുന്ന മൂന്നാർ, വാഗമൺ എല്ലാം മടുത്തിരുന്നതിനാൽ അലക്സാണ് പറഞ്ഞത് ട്രിപ്പ് വട്ടവടക്കാക്കാമെന്ന്. സ്റ്റേ ചെയ്യുവാനുള്ള സ്ഥലവും അവൻ തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഓക്കെ. വട്ടവടയിൽ ഉൾക്കാടിനോടടുത്ത് ചേർന്ന് ഒരു ചെറിയ ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അലക്സ് ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. നാട്ടിലെ കൂട്ടുകാരുമായിട്ട് ഒരു ദിവസം പോയി നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ അവിടുത്തെ കെയർ ടേക്കറിൻ്റെ നമ്പർ കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഫോണിൽ കിടന്ന ഫോട്ടോസ് കാണിച്ചപ്പോൾ ഞങ്ങൾക്കും ഇഷ്ടമായി. പിന്നെ ഒട്ടും വൈകിയില്ല, അവൻ തന്നെ വിളിച്ചു റൂം ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ആഴ്ചയിലെ അവസാന വർക്കിംഗ് ഡേ ആയ വെള്ളിയാഴ്ച വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് സാധനങ്ങൾ പാക്ക് ചെയ്തു. രാത്രി ഏകദേശം ഒരു 8 മണിയായപ്പോൾ വിവേകിൻ്റെ വണ്ടിയിൽ കൊച്ചിയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. സാധാരണയായി മൂന്നാർ ഭാഗത്തേക്കുള്ള രാത്രി യാത്രകൾ കുറച്ച് അപകടം പിടിച്ചാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വിവേക് വെള്ളമടിച്ചില്ല. ബാക്കി ഞാനും നിതിനും അലക്സ് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ 3-4 അകത്താക്കി. 2 അടിച്ചതിൻ്റെ കിക്കായപ്പോൾ പാട്ടും തമാശകളും വർത്തമാനങ്ങളുമായി യാത്ര അടിപൊളിയായി. കോതമംഗലം പിന്നിട്ടു. അടിമാലി എത്തപ്പോഴേക്കും സമയം രാത്രി 11 മണിയായിരുന്നു. 12:30 ആയപ്പോൾ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. ടൗൺ മുഴുവൻ വിജനമായിരുന്നു. അങ്ങേക്ക് കുറച്ച് രാത്രി തുറന്നിരിക്കുന്ന ചെറിയ ചായക്കടകളും മാത്രം. കനത്ത മഞ്ഞ് വീഴാൻ തുടങ്ങിയിരുന്നു. വണ്ടിയുടെ ഫോഗ് ലാമ്പ് തെളിയിച്ചിട്ടും തൊട്ടു മുമ്പിലുള്ള വഴി പോലും നേരെ കാണാൻ പറ്റാത്ത അവസ്ഥ. മൂന്നാർ ടൗണിൻ്റെ അവസാനമായപ്പോൾ ഞങ്ങൾ കണ്ട ഒരു ചായക്കടയുടെ അടുത്ത് വണ്ടി നിർത്തി. കുടിച്ച കള്ളിൻ്റെ ട്രിപ്പൊക്കെ ഇറങ്ങി ചെറിയ തലവേദന എടുക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തി ഞങ്ങൾ എല്ലാവരും ഓരോ ചായ വീതം കുടിച്ചു. കൂടാതെ എല്ലാവരും ഓരോ ഡബിൾ ഓംലെറ്റ് കൂടി കഴിച്ചു. ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടായിരുന്നു. കടയിലെ ചേട്ടൻ നല്ല പ്രായമായൊരു മനുഷ്യൻ ആയിരുന്നു. ഇതിനാ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ നിന്ന് വട്ടവടയ്ക്ക് ഇപ്പോൾ പോയാൽ എത്ര നേരം കൊണ്ടെത്തും? വഴി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ വൃദ്ധൻ ഞങ്ങളെ 4 പേരെയും ഒന്ന് അടിമുടി നോക്കി. അയാളുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ ഭയം ഞാൻ കണ്ടിരുന്നു. ഒരു പ്രത്യേക ഭാവത്തോടെ അയാൾ ഞങ്ങളോട് ചോദിച്ചു, ഈ അർദ്ധരാത്രിയിലാണോ വട്ടവടയ്ക്ക് പോകുന്നത്? ഇവിടെ എവിടെയെങ്കിലും കിടന്നിട്ട് നാളെ രാവിലെ പോയാൽ പോരെ? കൂട്ടത്തിൽ കുറച്ച് ഓവർ സ്മാർട്ടായിട്ടുള്ളത് അലക്സാണ്. അവൻ പറഞ്ഞു, കുഴപ്പമില്ല അപ്പൂപ്പ, ഞങ്ങൾ പൊക്കോളാം. റോഡ് വല്ലതും കുഴപ്പമുണ്ടോ? പുള്ളി ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ 1 മണി കഴിഞ്ഞു. ഈ സമയത്ത് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞുള്ള വഴിയിൽ കൂടി വണ്ടി ഓടിച്ചു പോകുന്നത് അത്ര നല്ലതല്ല. ഇതിനെപ്പോൾ തന്നെ ചോദിച്ചു, അതെന്താ ചേട്ടാ, ആനശല്യം വല്ലതുമുണ്ടോ? പുള്ളി ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ആനയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കോളൂ. പക്ഷേ പുള്ളി ഒരു നിമിഷം നിർത്തി. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഈ രാത്രിയിൽ ആ കാട്ടുവഴിയിൽ ചിലതൊക്കെ ഇറങ്ങും. പ്രത്യേകിച്ച് 12-ാം മൈൽ. അവിടെ എത്തുമ്പോൾ അസാധാരണമായി എന്തെങ്കിലും കണ്ടാലും വണ്ടി നിർത്തരുത്. ആരെങ്കിലും കൈ കാണിച്ചാലും വണ്ടി ഒതുക്കരുത്. കണ്ണിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. നേരെ പോയിക്കൊള്ളണം. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ രീതിയും കേട്ടപ്പോൾ എനിക്ക് കുറച്ച് അസ്വസ്ഥത തോന്നിയെങ്കിലും ബാക്കിയുള്ളവർ അതത്ര കാര്യമായി എടുത്തിട്ടില്ല എന്ന് എനിക്ക് അവരുടെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. ഒരു കൂസലുമില്ലാതെ വിവേക് പറഞ്ഞു, ഡാ വന്നേ, നമുക്ക് പോവാം, എത്താൻ ലേറ്റാവും ഇനി നിന്നാൽ.
ഞങ്ങളോടി വണ്ടിയിൽ കയറിയതും വിവേക് പറഞ്ഞു, ഇതൊക്കെ ചുമ്മാ ഈ പ്രായമുള്ളവരുടെ കഥകളാണ്. നമ്മളെത്ര പ്രാവശ്യം ഇവിടങ്ങളിലെല്ലാം പോയിട്ടുള്ളതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി നേരെ മുന്നോട്ടെടുത്തു. പക്ഷേ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ വണ്ടിയുടെ മിററിലൂടെ പുറകിലേക്ക് നോക്കി. ആ ചായക്കടക്കാരൻ ചേട്ടൻ കടയുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞങ്ങളെ നോക്കുന്നത് ഞാൻ കണ്ടു. 3 ടൗൺ പിന്നിട്ട് വണ്ടി മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് കയറിയപ്പോൾ ഫോണിൻ്റെ സിഗ്നൽ പൂർണ്ണമായി പോയിരുന്നു. വണ്ടിയിൽ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് ഓഫ്ലൈൻ മാപ്പിലായിരുന്നു. റോഡിൻ്റെ ഇരുവശത്തും വന്യമായ കാട് മാത്രമായി മാറി. വലിപ്പമേറിയ യൂക്കാലിപ്റ്റസ് മരങ്ങളും പൈൻ മരങ്ങളും ഇരുട്ടിൽ ഭീമാകാരന്മാരെ പോലെ നിന്നു. മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് കടന്നപ്പോൾ മഞ്ഞും വളരെ ശക്തമായി വന്നു. വണ്ടിയുടെ ബോണറ്റിനു അപ്പുറം കാണാൻ തന്നെ വളരെ പ്രയാസപ്പെട്ടിരുന്നു. വിവേക് വളരെ പതുക്കെയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വളരെ ശ്രദ്ധയോടെ. മണിക്കൂറിൽ 20-30 കിലോമീറ്റർ വേഗത്തിൽ മാത്രമായിരുന്നു വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. വണ്ടിക്കുള്ളിൽ ഞങ്ങൾ സംസാരവും നിന്നിരുന്നു. കാരണം ആ കാടിൻ്റെ ഭയാനകമായ നിശബ്ദത ഞങ്ങളെയും ബാധിച്ചിരുന്നു. സമയം പുലർച്ചെ 2:15 ഞങ്ങൾ ടോപ്പ് സ്റ്റേഷൻ പരിധി വിട്ടു എന്ന് മാപ്പിൽ കാണിച്ചു. ഇനിയാണ് വട്ടവടയ്ക്കുള്ള യഥാർത്ഥ ഉൾക്കാട് തുടങ്ങുന്നത്. വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കാറിൻ്റെ ഡാഷ്ബോർഡിലെ ഡിജിറ്റൽ ക്ലോക്കിലെ സമയം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. 2:30 എന്നത് പെട്ടെന്ന് 00 മാറി. കൂടാതെ വണ്ടിയുടെ റേഡിയോയിൽ നിന്ന് വലിയൊരു ഇരമ്പൽ ശബ്ദം വരുവാനും തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാളി. കാരണം റേഡിയോ ഓഫായിരുന്നു. വിവേക് പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ ഇത്, അത് ഓഫ് ചെയ്യ്. ഞാൻ പെട്ടെന്ന് സിസ്റ്റം ഓഫ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ അത് ഓഫാവുന്നില്ല. ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടും അതിലൊരു മാറ്റവും വരുന്നില്ല. എനിക്കെന്തോ ശരിയല്ല എന്ന് തോന്നി. വണ്ടിയുടെ പുറകിലിരുന്നവരും മുന്നോട്ട് നിവർന്നിരുന്നു. ഞങ്ങളൽപ്പം ഭയത്തോടെ തന്നെ വണ്ടിയുടെ മുന്നോട്ട് നോക്കിയിരുന്നു. പെട്ടെന്ന് ആ റേഡിയോയുടെ ഇരുമ്പൽ ശബ്ദത്തിനിടയിൽ നിന്നും ഒരു സ്ത്രീയുടെ നേർത്ത ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതുകൂടിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ഭയന്നു എന്ന് വേണം പറയാൻ. ആ ശബ്ദം വീണ്ടും ക്ലിയറായി കേൾക്കാൻ തുടങ്ങി. ഒരു നേർത്ത ഗാനം പോലെ കേട്ടു തുടങ്ങിയ ആ ശബ്ദം ഇപ്പോൾ ഒരർച്ച പോലെയായി. പെട്ടെന്ന് ആ ശബ്ദം വണ്ടിയിൽ വളരെ ഉച്ചത്തിൽ വന്നു. ഞങ്ങൾ കാതുപൊത്തി പിടിച്ചു. പക്ഷേ ഉച്ചത്തിൽ ആയി വന്ന ആ ശബ്ദം പെട്ടെന്ന് കൂടി വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ സിസ്റ്റം തനിയെ ഓഫായി. അത് ഓഫായതോടൊപ്പം തന്നെ വിവേക് വണ്ടി ചവിട്ടി നിർത്തി. ഇപ്പോൾ വണ്ടി റൂട്ടിൽ കിടക്കുകയാണ്. ഞാൻ കൈകൾ ചെവിയിൽ നിന്നും എടുത്തുകൊണ്ട് പറഞ്ഞു, എന്താ വണ്ടി നിർത്തിയേ? വിവേക് ഒരു പേടിച്ചേരേണ്ട മുഖവുമായി എനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. സ്റ്റിയറിംഗ് ഭയങ്കരമായി ടൈറ്റായിരിക്കുന്നു. തിരിക്കാൻ പറ്റുന്നില്ല. ആരോ പിടിച്ച് ഒരു സൈഡിലേക്ക് വലിക്കുന്നത് പോലെ. വിവേകിൻ്റെ നെറ്റിയിൽ നിന്നും വിയർപ്പുകൾ തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ തണുപ്പിലും അവൻ വിയർത്തിരുന്നു. ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത് ഓണാക്കി മാപ്പ് നോക്കി. പക്ഷേ ഒരു ഞെട്ടലോടെയാണ് ഞാനത് കണ്ടത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മാപ്പിൽ കാണിച്ചിരിക്കുന്നു. 12-ാം മൈൽ. ആ ചായക്കടയിലെ വൃദ്ധൻ മുന്നറിയിപ്പ് വന്ന അതേ സ്ഥലം. ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എല്ലാവരുടെയും മുഖത്ത് പേടി പടർന്നിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ധൈര്യം സംഭരിച്ചുകൊണ്ട് വിവേകിനോട് പറഞ്ഞു, എടാ, വണ്ടി എടുക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകാം. പുള്ളി പറഞ്ഞത് ഓർക്കുന്നില്ലേ, ഇവിടെ എന്ത് ചെയ്താലും വണ്ടി നിർത്തരുതെന്ന്. വണ്ടി എടുക്കടാ, ഞാൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. ഞാൻ പറയുന്നത് കേട്ടതും വിവേക് വേഗം തന്നെ ഗിയർ മാറ്റി വണ്ടി മുന്നോട്ടെടുത്തു. പുറകിലിരിക്കുന്നവരും തല മുന്നോട്ടാക്കി പിടിച്ചുകൊണ്ട് വണ്ടിയുടെ സീറ്റിൽ പിടിച്ച് പേടിച്ചു വരച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങളെ പേടിപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. വണ്ടി ഒരു 100 മീറ്റർ മുന്നോട്ട് നീങ്ങിയതും ഞങ്ങളെല്ലാവരും അത് കണ്ടു. വണ്ടിയുടെ മങ്ങിയ വെളിച്ചത്തിൽ വണ്ടിയുടെ ഇടതുവശത്തെ കാട്ടിൽ നിന്നും ഒരു സ്ത്രീ റോഡിലേക്ക് നടന്നിറങ്ങി വരുന്നു. അഴുക്കുപുരണ്ട ഒരു സാരിയായിരുന്നു അവളുടെ വേഷം. അവൾ നേരെ റോഡിലേക്ക് ഇറങ്ങി വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. പേടിച്ചു വരേണ്ടിരുന്ന അലക്സ് പുറകിലിരുന്നു കൊണ്ട് വിവേകിനോട് വെപ്രാളത്തിൽ വിവേകിൻ്റെ പുറകിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, വണ്ടി നിർത്തരുത്, ചവിട്ടരുത്, ചവിട്ടി വിട്ടോ. പക്ഷേ ആ സ്ത്രീ റോഡിന് നടുക്കോട്ട് നടന്നു കയറിയതും ഭയന്നുപോയ വിവേക് വണ്ടി പെട്ടെന്ന് റോഡിന് നടുക്ക് തന്നെ ചവിട്ടി നിർത്തി. ആ പെട്ടെന്നുള്ള ചവിട്ടലിൽ പുറകിൽ നിന്നും അലക്സ് മുന്നോട്ട് മറിഞ്ഞു വീണു. എൻ്റെ തലനരെ പോയി ഡാഷ്ബോർഡിലേക്ക് ഇടിച്ചു. അതുപോലെ വിവേക് സ്റ്റിയറിങ്ങിൽ മുറുകി പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്നുള്ള ബ്രേക്ക് ചവിട്ടലും സീറ്റിൽ നിന്നും തെന്നി താഴെ വീണതും എല്ലാം കൂടിയായി ഭയന്നുപോയി ഞങ്ങൾ ഒരക്ഷരം മിണ്ടാതെ വണ്ടിയുടെ സീറ്റിൽ തന്നെ കയറിയിരുന്നു.
അവളിപ്പോൾ നിൽക്കുന്നത് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശവലയത്തിലായിരുന്നു. എങ്കിലും അവളുടെ മുഖം ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. അവൾ വണ്ടിയുടെ വലതുഭാഗത്തേക്ക് നടന്നു നേരെ ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് വന്നു. വിവേക് ഭയന്ന് വിറച്ച് ശ്വാസം പോലും വിടാതെ ആ സീറ്റിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. അവൾ നടന്നു വന്ന് ആ ഡ്രൈവർ സീറ്റിൻ്റെ സൈഡിലുള്ള വിൻഡോ ഗ്ലാസ്സിൽ മുട്ടി. പക്ഷേ ഞങ്ങൾ അനങ്ങിയില്ല. കുറച്ചു നേരം മുട്ടിയിട്ട് അവളുടെ മുഖം ആ വിൻഡോ ഗ്ലാസ്സിലേക്ക് ചേർത്ത് വെച്ചു. അതുവരെ മുഖം വ്യക്തമാകാതിരുന്ന് ഞങ്ങൾ അപ്പോഴാണ് അവളുടെ ആ മുഖം കാണുന്നത്. ശരീരത്തിൽ കറണ്ട് കയറിപ്പോയതുപോലെ ഞെട്ടിത്തരിച്ചിരുന്നു പോയി ഞങ്ങളവിടെ. ഒന്നുച്ചത്തിൽ അലറാൻ പോലും ഞങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ആ മങ്ങിയ വെട്ടത്തിൽ ഞങ്ങൾ കണ്ടു അവളുടെ മുഖം. കരിഞ്ഞുണങ്ങിയതുപോലെ ഇരിക്കുന്ന അവളുടെ ചർമ്മങ്ങൾ, അതും ഒരു പ്രത്യേക രീതിയിൽ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. കണ്ണുകളുണ്ടോ എന്ന് പോലും മനസ്സിലാവാത്ത വിധം ഒരു കറുത്ത കുഴി. അവളുടെ കൈകളും മെലിഞ്ഞ നഖങ്ങളിൽ കറുത്ത നിറം പടർന്നിരുന്നു. ആ മുഖം കണ്ടപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്ക് ജീവനുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. കാരണം ശ്വാസം വിടുന്ന ശബ്ദം പോലും ഞങ്ങൾക്ക് ആ വണ്ടിക്കുള്ളിൽ കേൾക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ കണ്ണുമിഴിച്ച് ആ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ മുഖത്ത് ഒരുതരം ഭയാനകമായ ചിരി പടർന്നു. അവൾ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ആ ശബ്ദം അകത്തേക്ക് വരുന്നില്ല. ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്നു പോയ ഞങ്ങൾ പെട്ടെന്ന് ജീവൻ വെച്ചതുപോലെ വിവേകിൻ്റെ തോളിലടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, വണ്ടിയെടുത്ത് വിടറാ. പുറകിലിരിക്കുന്ന ജിതിനും അലക്സും അലറുകയായിരുന്നു വണ്ടി വിടാൻ പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ ശബ്ദവും ദേഹത്തുള്ള അടിയും കൂടിയായപ്പോൾ വിവേകും എന്തോ ജീവൻ വെച്ചതുപോലെ ഞെട്ടി എണീറ്റു. വിവേക് ഭ്രാന്തമായ ആക്സിലേറ്ററിൽ ചവിട്ടി. വണ്ടി ഒരു വീൽ കറങ്ങുന്ന ശബ്ദവുമായി മുന്നോട്ട് പാഞ്ഞു. എങ്ങോട്ടെന്നില്ലാതെ വണ്ടി മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ വണ്ടി ആ സ്ത്രീയെ കടന്ന് മുന്നോട്ട് നീങ്ങി. പക്ഷേ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഞങ്ങൾക്കാർക്കും മനസ്സുണ്ടായില്ല. എൻ്റെ കൈയും കാലുകളും ഒരുപോലെ വിറക്കുന്നുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്ന വിവേകിൻ്റെ വിരലുകളും വിറക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് ഞങ്ങൾ എങ്ങോട്ടൊന്നില്ലാതെ വണ്ടി ഓടിച്ചു. മുന്നോട്ട് പോകും തോറും അപകടമൊഴിഞ്ഞു എന്ന ഒരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി. പക്ഷേ ഞാൻ പുറത്തു നോക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. മുന്നേ കണ്ടതുപോലെ തന്നെയുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളും പൈൻ മരങ്ങളും വീണ്ടും വീണ്ടും വരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഞങ്ങൾ ഭയമടക്കി പിടിച്ചുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഒരു വളവ് തിരിഞ്ഞു. ആ വളവ് തിരിയുമ്പോൾ ഞങ്ങൾ ആ ബോർഡ് കണ്ടു. ഒരു മിന്നലടിച്ച പോലെയായിരുന്നു ഞങ്ങൾക്കത് കണ്ടപ്പോൾ. ബോർഡിൽ എഴുതിയിരിക്കുന്നു 12-ാം മൈൽ. അത് കണ്ടപ്പോൾ പുറകിലിരുന്ന ജിതിൻ തലയിൽ കൈവച്ചുകൊണ്ട് കരഞ്ഞു. എടാ, നമ്മൾ പെട്ടു. ഈ സ്ഥലം തന്നെയല്ലേ മുന്നേ കഴിഞ്ഞത്? മരവിച്ച ശരീരവും മനസ്സുമായിരിക്കുന്ന ഞങ്ങൾ എന്തുത്തരം പറയാൻ പറ്റും? ഞങ്ങൾ ബാക്കി 3 പേരും ഒച്ച പോലും പുറത്തു വരാതെ അവിടെ ഇരുന്നു. വിവേക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ വണ്ടി മുന്നോട്ട് തന്നെ ചവിട്ടി വിടുന്നു. അടുത്ത വളവ് വളഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. ഞങ്ങൾ മുന്നേ കണ്ട അതേ സ്ത്രീ റോഡ് സൈഡിൽ നിൽക്കുന്നു. അവളുടെ മുഖത്ത് ഒരു വികൃതമായ ചിരി പടർന്നിരിക്കുന്നു. പക്ഷേ മുന്നേ കണ്ടതുപോലെയല്ല. അവളുടെ കയ്യിൽ എന്തോ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മുന്നോട്ട് ചെന്നതും അവളൊരു ഭ്രാന്തമായ ചിരിയോടെ ആ കയ്യിലിരുന്ന സാധനം ഞങ്ങളുടെ വണ്ടിക്ക് നേരെ എറിഞ്ഞു. അത് വന്ന് വണ്ടിയിൽ ബോണറ്റിൽ വീണതും ഞങ്ങൾ കണ്ടു അതൊരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞു വന്ന് വീണതും അതിൻ്റെ വായിൽ നിന്നാണോ എന്നറിയില്ല. കട്ടച്ചോര വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് തെറിച്ച് വീണു. ഭയന്ന് വിറച്ചുപോയ വിവേക് അപ്പം തന്നെ വണ്ടി വേഗം വെട്ടി മാറ്റിച്ചു. പക്ഷേ നിയന്ത്രണം വിട്ട വണ്ടി നേരെ ആദ്യം സൈഡിലേക്ക് കൊക്കയുടെ ഭാഗത്തേക്കാണ് പോയത്. വണ്ടി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ആ സ്റ്റിയറിങ്ങിൽ പിടിച്ച് ഇപ്പുറത്തോട്ട് വലിച്ചു. വണ്ടി നേരെ ഇടത് സൈഡിലേക്കുള്ള ഒരു പൈൻമരത്തിലേക്ക് പോയിടിച്ചു. അപ്പോൾ തന്നെ വണ്ടിയുടെ എയർ ബാഗുകൾ പുറത്തേക്ക് ചാടി. ആ ഇടിയിൽ തന്നെ എൻ്റെ ബോധം പകുതി പോയിരുന്നു. അർത്ഥബോധാവസ്ഥയിൽ പാതി അടഞ്ഞ കണ്ണുകളുമായി ഞാൻ വണ്ടിക്കുള്ളിൽ പരുതി. നോക്കുമ്പോൾ സൈഡിൽ ബോധമില്ലാതെ കിടക്കുന്ന വിവേകിനെയും മുന്നിലേക്ക് വീണടക്കുന്ന അലക്സിനെയുമാണ് ഞാൻ ആദ്യം കണ്ടത്. വണ്ടിയുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ ബോണറ്റിൽ നിന്ന് വരുന്ന വെളുത്ത പുകയും അതുപോലെ തന്നെ മിന്നിത്തെളിഞ്ഞു നിൽക്കുന്ന ഇൻഡിക്കേറ്റർ വെട്ടവുമാണ് ഞാൻ പിന്നെ കാണുന്നത്. ആ പുകയുടെ നടുക്ക് മിന്നിയും തെളിഞ്ഞു നിൽക്കുന്ന ഇൻഡിക്കേറ്റർ വെട്ടത്തിൽ ഞാൻ കണ്ടു ആ സ്ത്രീ അവിടെ വണ്ടിയുടെ മുന്നിലായി ഞങ്ങളെ നോക്കിക്കൊണ്ട് അതേ ഭീകരച്ചിരിയുമായി നിൽക്കുന്നു. പിന്നാലെ ഒരു വെട്ടം എൻ്റെ കണ്ണിലേക്ക് അടിച്ചു കയറിയതും ഞാൻ ബോധരഹിതനായി. ചുറ്റിനും ഒരുപാട് ആളുകളുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത്. കണ്ണു തുറന്നപ്പോൾ മുഖപരിചയമില്ലാത്ത കുറച്ച് ആളുകൾ. ഞാൻ കണ്ണു തുറക്കുന്നത് കണ്ടതും ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. തമ്പി, എപ്പടി ഇருக்கு?
എനിക്ക് പക്ഷേ ഒന്നും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ തലതിരിച്ചു നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും അടുത്തടുത്തുള്ള കട്ടിലിൽ കിടക്കുന്നു. അപ്പോഴാണ് അതൊരു ഹോസ്പിറ്റലാണെന്ന് എനിക്ക് മനസ്സിലായത്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം പോലീസ് വേഷത്തിൽ കുറച്ചാളുകൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ മൂന്നാർ ജനറൽ ഹോസ്പിറ്റലാണുള്ളത്. ആക്സിഡൻ്റായി കിടന്ന നിങ്ങളെ വട്ടവടയിൽ നിന്നും പച്ചക്കറിയായി വരുന്ന വണ്ടിക്കാരാണ് ഇവിടെ എത്തിച്ചത്. ഒരു താഴ്ന്ന ശബ്ദത്തിൽ ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു, സാർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഓക്കെ ആണോ? അപ്പോൾ ആ പോലീസുകാരനോട് പറഞ്ഞു, ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ ആഘാതമാണ്, എല്ലാവരും ഓക്കെയാണ്. വീടുകളിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ വരുമ്പോൾ പോകാം. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ആളുകൾ വന്നു. ഞങ്ങൾ ഓരോരുത്തരെയും വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വണ്ടി ഷോറൂംകാരെ വിളിച്ച് പറഞ്ഞു അവരെ കൊണ്ടെടുപ്പിക്കാൻ പറ്റുള്ളായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും ശാരീരികമായി ഓക്കെ ആയത്. അപ്പോഴും ഞങ്ങൾ അറിയില്ലായിരുന്നു അന്ന് രാത്രി നടന്നതെല്ലാം സത്യമാണോ അതോ ഞങ്ങളെല്ലാവർക്കും ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നമാണോ എന്ന്. ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വേറെ ആരോടും പങ്കുവച്ചില്ല. കാരണം ഓഫീസിലും വീട്ടിലും ഒക്കെ പരന്നിരുന്ന വാർത്ത വെള്ളമടിച്ചു വണ്ടി ഇടിപ്പിച്ചു എന്നായിരുന്നു. അതിനാൽ ഇത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കറിയാമായിരുന്നു വിവേക് അന്നത്തെ ദിവസം മദ്യപിച്ചിരുന്നില്ല എന്നും അവനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നതെന്നും. അങ്ങനെ ഈ അനുഭവം ഞങ്ങളിൽ മാത്രമേ ഒതുങ്ങി. പക്ഷേ ഇന്നും പല രാത്രികളിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ മുഖം കടന്നു വരാറുണ്ട്. ഭീകരമായ ചിരിയുള്ള ആ സ്ത്രീയുടെ മുഖം. ഇന്നും പല രാത്രികളിലും ആ മുഖം സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ എണീക്കാറുമുണ്ട്. അന്നത്തെ ആ ആക്സിഡൻറ്റിന് ശേഷം ഒരിക്കലും ഞങ്ങൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നേരം തെറ്റിയ സമയങ്ങളിൽ പോയിട്ടില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓരോ യാത്രയിലും രാത്രിയുടെ ഭീകരതയിൽ എന്തെല്ലാമാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഹൊറർ സീരീസ്. ഇതുപോലെയുള്ള കൂടുതൽ അനുഭവങ്ങൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അനുഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.